CPM നേതാവ് MV ജയരാജന് മറുപടിയുമായി C സദാനന്ദൻ മാസ്റ്റർ MP. MPയായി നാട്ടിൽ വിലസാമെന്ന് കരുതേണ്ടെന്ന MV ജയരാജന്റെ വെല്ലുവിളിക്കാണ് മറുപടി. MPയായി വിലസാൻ തന്നെയാണ് തീരുമാനമെന്നും തടയാൻ ജയരാജനും സൈന്യവും പോരാതെ വരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. കൊടും ക്രൂരത ചെയ്തതിനുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിച്ചതെന്നും C സദാനന്ദൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഇത് മറുപടിയാണോ, ചുട്ട മറുപടിയാണോ? കൃഷ്ണരാജ്, കുറേ അധികം ദിവസങ്ങളായി ഈ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് CPM നേതാക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ രണ്ട് കാലുകളും, അത് ഒരു കാല് മാത്രമല്ല, രണ്ട് കാലുകളും മുട്ടിന് മുകളിൽ കൊത്തിയെരിഞ്ഞ് കിടത്തിയ ആൾ, അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു. അവരേത് ആശയം അദ്ദേഹം പിന്തുടരരുത് എന്ന് കരുതിയാണോ കാലുകൾ കൊത്തിയെരിഞ്ഞത്, അതേ ആശയം പിന്തുടരുന്നു. അതിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായി മാറുന്നു. അത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നു. CPMനെതിരായ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായി മാറുന്നു. സ്വാഭാവികമായും CPMനുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വ്യക്തി രാജ്യസഭാ MP മാറി ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. വലിയ ചർച്ചയായി മാറിയിരുന്നു. ആ സമയത്ത് CPMന്റെ കൊടും ക്രൂരത, മാവോയിസ്റ്റുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള CPMന്റെ കൊടും ക്രൂരത രാജ്യമാകെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളിലടക്കം ഈ CPMനെ ഒരു ഭാഗത്ത് നിർത്തി ക്രൂരതയുടെ പര്യായങ്ങളായി നിർത്തിക്കൊണ്ട് ഇത് ചർച്ചയാകുന്നതും നമ്മൾ കണ്ടു. ഇത്രയും നാൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് CPMന്റെ നേതാക്കൾ. ഗാസയിലും മറ്റും പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ എത്തുന്നവരായി ഇവർ അവതരിച്ചിരുന്നു. പക്ഷേ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കെ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ബോംബെറിഞ്ഞ് ഇരു കാലുകളും വെട്ടിയെരിഞ്ഞ ശേഷം ഇനി ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം ആ കാലുകൾ റോഡിലിട്ട് ഉരച്ച് നശിപ്പിച്ച ശേഷം അത്രയധികം ക്രൂരത കാട്ടിയ വിവരം ഈ രാജ്യമാകെ ചർച്ച ചെയ്യുകയും ആ മരക്കാലുകളിൽ ഊന്നി അദ്ദേഹം ആ രാജ്യസഭയിലേക്ക് കടന്നു വന്നപ്പോൾ തുടങ്ങിയതാണ് അവർക്ക് ആ ബുദ്ധിമുട്ട്. അത് വീണ്ടും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിന് പിന്നീട് സംഭവിച്ചതാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ കാലുകൾ വെട്ടിമാറ്റിയ കേസിലെ കൊടും ക്രൂരന്മാർ അവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഒരാൾ, ഇരയായ വ്യക്തി രാജ്യസഭയിലേക്ക്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലേക്ക് ആ മരക്കാലുകളിൽ നടന്നു കയറുന്നു. അതിന് നേതൃത്വം നൽകിയ കൊലപാതകികൾ ജയിലഴിയിലേക്ക്, ഇരുമ്പഴി എണ്ണുന്നതിന് പോകുന്നു, ഇരുട്ടറയിലേക്ക് തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമനില തെറ്റി എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. കൊടും ക്രിമിനൽ എന്നൊക്കെയുള്ള ഭാഷയിലാണ് C സദാനന്ദൻ മാസ്റ്റർ MPയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയായി വേണം ഈ MV ജയരാജൻ്റെ പ്രസ്താവനയെ കാണാൻ. സ്വാഭാവികമായും പാർട്ടി പറഞ്ഞതനുസരിച്ച് മഴവും കഠാരയും ഒക്കെയായി ഒരു വ്യക്തിയെ ഈ രീതിയിൽ ചിത്രവധം ചെയ്യുമ്പോൾ, അതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കെതിരെ അവർ തിരിയാതിരിക്കണം എന്ന ബോധ്യത്തോടു കൂടിയാകണം ഒരുപക്ഷെ MV ജയരാജൻ ഈ പ്രസ്താവന നടത്തിയത് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ C സദാനന്ദൻ മാസ്റ്റർ തന്നെ അതിന് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് MPയായി വിലസാമ എന്ന് കരുതണ്ട എന്നാണ് MV ജയരാജൻ പറഞ്ഞതെങ്കിൽ അതിന് മറുപടി നൽകിയിരിക്കുന്നത് MPയായി വിലസാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. മാത്രമല്ല, തിരക്കിലായതുകൊണ്ടാണ് സഖാവിൻ്റെ തിട്ടൂരമറിയാൻ വൈകിയത്. താങ്കളോ താങ്കളുടെ പരിവാരങ്ങളോ മതിയാകില്ല ഈ MPയായി അവിടെ വിലസുന്നതിന് തടയാൻ എന്ന് ചുട്ട മറുപടി നൽകുന്നു C സദാനന്ദൻ മാസ്റ്റർ MP. നിങ്ങളുടെ സഖാക്കളെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മഴവും നൽകി പറഞ്ഞയച്ചതിനനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ് കിട്ടിയത്. ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ഫലമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. നിങ്ങളുടെ അടിമത്തം പേറാൻ മനസ്സില്ലെന്ന് ചങ്കുറ്റത്തോടെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം തന്നോടൊപ്പമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ
പറയണമെന്ന് ചിന്തിച്ചതേ അല്ലെന്നും പറയരുതെന്ന് തന്നെയാണ് നിശ്ചയിച്ചിരുന്നതെന്നും സി സദാനന്ദൻ മാസ്റ്റർ MP എഴുതുന്നുണ്ട്. പറയിപ്പിച്ച് അടങ്ങൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. നാടിന് ഗുണമുണ്ടാകുന്ന പണി ധാരാളം വേറെയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മുൻപ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇനി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കാനുള്ള അവസാന അടവ് എന്ന രീതിയിലാണ് അവർ ഇത് പ്രയോഗിക്കുന്നത്. എന്തായാലും ചുട്ട മറുപടി CPM-ന് MV ജയരാജന് കിട്ടിയിരിക്കുന്നു. ശ്രീകാന്ത്, അതായത് ആദ്യം സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ അറുത്തുമാറ്റി, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനൊന്നും താൻ നിന്നു തരില്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് സദാനന്ദൻ മാസ്റ്റർ. നോക്കൂ, ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഒരേ സമയം ആകസ്മികമായെങ്കിലും ഞാൻ വരാം, ശ്രീകാന്തിലേക്ക് വരാം. സി സദാനന്ദൻ മാസ്റ്റർ MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സദാനന്ദൻ മാസ്റ്റർ MP, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കാൻ വന്ന അതേ ചോദ്യം അങ്ങയോടാകാം. അതായത് ആദ്യം അങ്ങയുടെ കാലുകൾ അറുത്തുമാറ്റി, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പറയാനില്ല എന്ന് തീരുമാനിച്ച ഇടത്തുനിന്ന് പറഞ്ഞേ തീരൂ എന്ന നിലപാടിലേക്ക് അങ്ങെത്തിയത് എന്തുകൊണ്ടാണ്? നമസ്കാരം. അതായത് ഞാൻ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദിനം മുതൽ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളും മറ്റാളുകളുമൊക്കെ എന്റെ നേരെ CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമവുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എടുത്ത നിലപാട്, എന്റെ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട്, പഴയ കാര്യങ്ങൾ, പഴയതായാലും നമ്മുടെ കണ്ണൂരിൽ നല്ല തോതിൽ സമാധാനം കൈവന്നിട്ടുണ്ട്. ആ സമാധാനം കൈവരാൻ ഒരുപാട് സഹിക്കേണ്ടി വന്നവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ കാര്യകർത്താക്കന്മാര്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ സമാധാനം കൈവന്നിരിക്കുന്ന ഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് സ്ഥിതി വഷളാക്കരുത്, ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് വളരെ കരുതലോടെയാണ് ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ CPIM-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം നിന്ദ്യമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. അവർ അവരുടെ മുഖപത്രത്തിലൂടെ, അവരുടെ ചാനലിലൂടെ MP ആയി നിയോഗിക്കപ്പെട്ട ആൾ അതിന് യോഗ്യനല്ലെന്നും അയാൾ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നും കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ബുദ്ധി കേന്ദ്രവും ഇയാളാണെന്നും ഒക്കെ ഒരു മാധ്യമത്തിന് ചേരാത്ത തരത്തിൽ, മാധ്യമ മര്യാദയ്ക്ക് ഒട്ടും ചേരാത്ത തരത്തിൽ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ ചെറിയ ചെറിയ പരാമർശങ്ങളിലൂടെയും ഒക്കെ അവർ ഈ നിലയ്ക്ക് ഉള്ള പ്രതികരണം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അത് സ്വാഭാവികമായ തരത്തിൽ എന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട അവരുടെ പ്രതികൾ, എന്നെ ക്രൂരമായി ആക്രമിച്ച കുറ്റവാളികൾ ജയിലിലേക്ക് പോയേ തീരൂ എന്ന് എല്ലാ തലങ്ങളിലുമുള്ള നീതിപീഠങ്ങൾ, വിചാരണ കോടതിയാവട്ടെ, സെഷൻസ് കോടതിയാവട്ടെ, ഹൈക്കോടതിയാവട്ടെ, അത് കഴിഞ്ഞ് സുപ്രീം കോടതി എന്റെ നേരെ നടന്ന ആക്രമണത്തിന് കാരണക്കാരായ പ്രതികളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ശരിവെക്കുന്ന നിലപാട് സ്വീകരിച്ച് അവർ ജയിലിലേക്ക് പോവുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് തികച്ചും യാദൃച്ഛികമാണ്. എന്റെ രാജ്യസഭയിലേക്ക് യാദൃച്ഛികമാണ്, പക്ഷെ അതാണ് റിസൾട്ട്. അങ്ങയുടെ സ്ഥാനാരോഹണം പുതിയ തലത്തിലേക്ക് അങ്ങ് എത്തി നിൽക്കുന്നു. അതേസമയം അങ്ങയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ജയിലിലേക്ക് പോകുന്നു. അത് അവരിൽ വല്ലാത്തൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഒരുപക്ഷെ അവരുടെ പാർട്ടിക്കുള്ളിൽ അണികളിലൊക്കെ ആത്മവിശ്വാസത്തിന്റെ തോത് വലിയ തോതിൽ കുറയാനും അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ മനംമടുത്തു നിൽക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളിൽ മനംമാറ്റം ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു സംഭവം സഹായകമാകും എന്നവർ പേടിക്കുകയാണ്, അവർ ഭയപ്പെടുകയാണ്. ആ ഭയത്തിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് ഇതിനെയൊക്കെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. പക്ഷേ അതിര് കടക്കുകയാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KK രാകേഷ്, അദ്ദേഹം മുൻ MP കൂടിയാണ്, നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ, കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, ഇപ്പോൾ MV ജയരാജൻ പൊതുയോഗത്തിലാണ് സംസാരിക്കുന്നത്. പൊതുയോഗത്തിൽ അങ്ങേയറ്റം പ്രകോപനപരമായ, ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അത് കേൾക്കുന്ന സമയത്ത് അവരെ പ്രകോപിതരാക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വെല്ലുവിളി നിറഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ
അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ നിലയ്ക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടത്. അപ്പൊ അതിലൂടെ ആ നിലയ്ക്കുള്ള ഒരു ഭീഷണി ഇനിയും അവർ ഉയർത്തുകയാണ് എന്ന നിലയ്ക്ക് വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിൽ ഗൂഢോദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വലിയ തോതിൽ അന്തരീക്ഷത്തിൽ കാലുഷ്യമുണ്ടാക്കി അത് മറ്റുള്ളവരിലേക്ക് പടർത്തി സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തണം എന്നുള്ള മനഃപൂർവമായ പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോഴും അങ്ങയെ വിടാതെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ഇവർ? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങളെ, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു ഇഞ്ച് മുന്നോട്ട് വയ്ക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. അതിന്റെ പേരിലാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രസ്ഥാനത്തിന് ഗുണകരമാവുന്ന തരത്തിൽ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കുതിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അസഹിഷ്ണുക്കളാവുകയാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികളോടും രാഷ്ട്രീയ ദർശനങ്ങളോടും അവർക്ക് സ്വതവേയുള്ള മാർക്സിസം എന്ന ആശയം തന്നെ അതിന്റെ അടിത്തറയിലുള്ളതാണ്. ഇതര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ, മറ്റു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ശൈലിയാണ് അവരുടേത്. അത് അവരുടെ ജാതകവശാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതി അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി സമാധാനം കൈവരുത്താനുള്ള പരിശ്രമങ്ങൾ നമ്മളെല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും അവർ അതിൽ തൃപ്തരല്ല. അവർക്ക് ആവശ്യം നിരന്തരം സംഘർഷവും വെല്ലുവിളികളും ഭീഷണികളും കൊലപാതകങ്ങളും ഒക്കെയാണ്. അത് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, നന്ദി സദാനന്ദൻ മാസ്റ്റർ. ഒപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്. ഏതായാലും കൃത്യമായ മറുപടിയാണ് അങ്ങ് CPMന്റെ മുറിവേൽപ്പിക്കൽ തുടരുന്ന നേതാക്കൾക്ക് മറുപടിയായി നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ വിലസുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ശ്രീകാന്ത്, തുടർന്നോളൂ. കൃഷ്ണരാജ്, ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇരയാകും എന്ന് അവർ കരുതിയ, ഇരയാക്കാം എന്ന് അവർ കരുതിയ വ്യക്തി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക് മരക്കാലുകളാൽ ചവിട്ടിയാണെങ്കിലും അദ്ദേഹം നടന്നു കയറുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ കാലുകൾ കൊത്തിയെരിഞ്ഞ കൊടും ഭീകരർ ഇതാ ഈ ജയിലിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഇരുമ്പഴി എണ്ണാൻ പോകുന്ന സാഹചര്യം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മവിശ്വാസം പാടെ തകർക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമാണ് അത്. ഇനി ഒരിക്കലും എഴുന്നേക്കരുത് എന്ന് തീരുമാനിച്ച്, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് എന്ന് തീരുമാനിച്ച്, ഈ ആശയപ്രചരണം നടത്തരുത് എന്ന് തീരുമാനിച്ചാണ് CPMന്റെ കൊലയാളിക്കൂട്ടം അന്ന് സദാനന്ദൻ മാസ്റ്റർ MPയുടെ കാലുകൾ വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതും വെറുതെ വെട്ടിമാറ്റുകയല്ല ചെയ്തത്. ഈ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ ബാർബാറിക് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം കാലുകൾ വെട്ടിമാറ്റി, ഒപ്പം ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം താറിട്ട റോഡിൽ ഉരച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ MV ജയരാജന്റെയൊക്കെ കാലത്ത് നടന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഇവരുടെ നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആ സംഭവം, അതിൽ പ്രതികളായ ആളുകൾ ഒരു പക്ഷേ പാർട്ടിക്കെതിരായി തിരിയുമോ എന്നുള്ള ഭയം കൂടി ഒരു പക്ഷേ അവർക്കുണ്ടാകും. നമ്മൾ അറിഞ്ഞിടത്തോളം അതിൽ 1-2 പേർ നിലവിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമീപനങ്ങളിലൊക്കെ തന്നെ അതൃപ്തരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ആത്മവിശ്വാസം നൽകണമെങ്കിൽ, അവരെ ജയിലിലേക്ക് അയക്കുന്ന പാർട്ടി തങ്ങളെ കൈവിട്ടു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് യാത്രയയപ്പ് നൽകണം. ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും വേണം എന്ന് അവർക്ക് സ്വാഭാവികമായും അറിയാം. അതുതന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ MPയുടെ കാര്യത്തിലും നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് കൊലപ്പെടുത്താതെ ജീവച്ഛവമാക്കി ഉപേക്ഷിച്ച വ്യക്തി വീണ്ടും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് അതേ ആശയം പ്രചരിപ്പിക്കുന്നു. അത് മാത്രമല്ല, അത് ഈ രാജ്യമെങ്ങും പ്രചരിപ്പിക്കുന്നു. CPM കൊടും ക്രൂരതയുടെ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് എതിരായ മുന്നണി പോരാളിയായി പാർലമെന്റിലെത്തുന്നു എന്ന് പറയുമ്പോൾ CPIMന്റെ മുഖമടച്ചുള്ള അടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന CPM നേതാവ്
വി ജയരാജന് മറുപടിയുമായി സി സദാനന്ദൻ മാസ്റ്റർ MP. അദ്ദേഹം ജനം ടിവിയോടും പ്രതികരിച്ചു. അസഹിഷ്ണുത അവസാനിച്ചിട്ടില്ല CPM എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഓരോ പ്രതികരണങ്ങളും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ MP ആയി നാട്ടിൽ വിലസാമെന്ന് കരുതേണ്ടെന്നാണ് MV ജയരാജന്റെ വെല്ലുവിളിയെങ്കിൽ MP ആയി നാട്ടിൽ വിലസുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം മറുപടി നൽകുന്നു. അത് തടയാൻ ജയരാജനോ ജയരാജന്റെ സൈന്യമോ പോരാതെ വരും എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു സി സദാനന്ദൻ മാസ്റ്റർ. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശ്രീകാന്ത്.